ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുകയാണ് ഏവരും. എന്നാൽ ഹൃദയഭേദകമായ പല കാഴ്ചകളും കണ്ട് പകച്ചു നിൽക്കുകയാണ് ഈ മനുഷ്യർ. കൂട്ടിവെച്ചതെല്ലാം തകർന്ന് നിലം പൊത്തി അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് മടങ്ങിയെത്തിയവർക്ക് കാണാൻ കഴിഞ്ഞത് പലപ്പോഴും കോൺക്രീറ്റ് കട്ടകൾ മാത്രം. ഇനി മുൻപോട്ട് എങ്ങനെ എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരങ്ങളില്ല. ഗാസയുടെ തെക്കൻ നഗരമായ റഫയിലേക്ക് ആളുകൾ പതുക്കെ നീങ്ങി തുടങ്ങി. ജീവൻ നിലനിർത്താൻ മാസങ്ങൾക്ക് മുമ്പ് എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നവരാണ് ഇപ്പോൾ തിരികെ നടക്കുന്നത്. പക്ഷേ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന് അവിടെ. ബഹുനില കെട്ടിടങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും ആശുപത്രികളും മസ്ജിദുകളും ഇന്ന് വെറും കോൺക്രീറ്റ് കട്ടകളാണ്. ഈ കട്ടകൾക്കിടയിലൂടെ സ്വന്തം വീടിന്റെ അവശിഷ്ടം തിരയുകയാണവർ. കോൺക്രീറ്റ് കട്ടകൾക്കിടയിൽ തലയോട്ടികളും മൃതദേഹാവശിഷ്ടങ്ങളും അങ്ങിങ്ങായി കിടപ്പുണ്ട്. എല്ലാം നശിച്ചു, ഇനിയൊന്നും ബാക്കിയില്ല, എങ്ങോട്ട് പോകണമെന്നും അറിയില്ല. വീട് നഷ്ടപ്പെട്ട അബു അൽ ഖേർ പറയുന്നു. ഇതിനിടയിൽ ഇസ്രായേലി സൈന്യം ഉപേക്ഷിച്ചു പോയ ടാങ്കറുകളും വാഹനങ്ങളും റഫയിൽ കാണാം. അതേസമയം അവശ്യ സാധനങ്ങളും എണ്ണ ഉത്പന്നങ്ങളുമായി ടാങ്കറുകൾ റഫയിലേക്ക് എത്തിത്തുടങ്ങി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.